അപ്പൊ ഈ ബോണസ് ഷെയർ അതുപോലെ റൈറ്റ് ഷെയർ 2013 കമ്പനീസ് ആക്ട് അനുസരിച്ച് എന്താണ് ബോണസ് ഷെയർ, എന്താണ് റൈറ്റ് ഇഷ്യൂ കേട്ടോ. ബോണസ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസ് ഏതൊക്കെയാണ്? സെക്ഷൻ 63 ആണ് ബോണസ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനീസ് ആക്ടിലെ സെക്ഷൻ. അപ്പൊ കമ്പനിക്ക് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാം അതിന് മെമ്പേഴ്സിന് കേട്ടോ. അത് എവിടുന്നൊക്കെയാണ് അതിന്റെ ഫണ്ട് സോഴ്സ്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് ആണ് ബോണസ് ഷെയർ. അപ്പോ ഏതൊക്കെ സോഴ്സസ് ആണ് ഉപയോഗിക്കാൻ പറ്റുക? കമ്പനിക്ക് ഫ്രീ റിസോഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഉപയോഗിക്കാം. മറ്റു കാര്യം കൊടുത്തിട്ടുണ്ട്, provided that no issue bonus share shall be made by capitalizing reserves created by the revaluation asset. കണ്ടോ, അസറ്റിന്റെ റീവാലുവേഷൻ നടക്കുമ്പോൾ ഒരു റീവാലുവേഷൻ റിസേർവ്സ് ഉണ്ടാവും. ആ റീവാലുവേഷൻ റിസേർവ്സ് ഉപയോഗിച്ചിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ആ റീവാലുവേഷൻ റിസേർവ്സ് ഉപയോഗിച്ച് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. പിന്നെ നോ കമ്പനി ഷാൾ ക്യാപിറ്റലൈസ് ഇസ് പ്രോഫിറ്റ് ഓർ റിസേർവ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. അപ്പൊ ഈ സെക്ഷൻ 63 സബ്സെക്ഷൻ 1 അനുസരിച്ചിട്ട് ഈ കണ്ടീഷൻസ് എല്ലാം കമ്പനി പാലിക്കണം. ഈ കണ്ടീഷൻസ് എല്ലാം പാലിച്ചാലാണ് കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെ കണ്ടീഷൻ? ഒന്ന്, കമ്പനിയുടെ ആർട്ടിക്കിൾസ് കമ്പനി അധികാരപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം, ഡയറക്ടർ ബോർഡ് റെക്കമെൻഡ് ചെയ്യണം, ജനറൽ ബോഡി മീറ്റിംഗ് അധികാരപ്പെടുത്തണം. അടുത്ത കാര്യം, ഇറ്റ് ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പിൾ. അപ്പൊ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ പ്രിൻസിപ്പിളോ ഇൻട്രസ്റ്റോ കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഡെപ്റ്റ് സെക്യൂരിറ്റീസ്, അതിന്റെ ഇൻട്രസ്റ്റോ പ്രിൻസിപ്പിളോ കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനിക്ക് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഇനിയും കണ്ടീഷൻസ് ഉണ്ട്. ഇറ്റ് ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ റെസ്പെക്ട് ടു ദ പേയ്മെന്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്. എംപ്ലോയീസിന് കൊടുക്കേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്, പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ, ഗ്രാറ്റുവിറ്റി, ബോണസ്, അങ്ങനെ എംപ്ലോയീസിന് കൊടുക്കേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് കൊടുക്കാത്ത കമ്പനിക്ക് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അടുത്ത കാര്യം, the partly paid shares, if any outstanding on the date of allotment, are made fully paid up. ഏതെങ്കിലും ഷെയർ പാർട്ടിലി പെയ്ഡ് ഉണ്ടെങ്കിൽ കമ്പനി അതിനെ ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റണം. ഇതൊക്കെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ്. അടുത്ത കാര്യം, ഇറ്റ് കംപ്ലൈസ് വിത്ത് സച്ച് കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. കൂടാതെ ഇതിപ്പോ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ ആണ്. കമ്പനീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെന്റ് റൂൾസ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാലാകാലങ്ങളായി അമെൻഡ്മെന്റ് വരുത്തുന്നുണ്ട്. അതനുസരിച്ചിട്ട് അവർക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കാര്യങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റും. അതാണ് ഇവിടെ പ്രിസ്ക്രൈബ്ഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി എന്തൊക്കെയാ ജേണൽ വരിക? ഒരു കാര്യം കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജേണലിലേക്ക് നോക്കാം. ബോണസ് ഷെയർ ഷാൾ നോട്ട് ബി ഇഷ്യൂഡ് ഇൻ ലോ ഓഫ് ഡിവിഡൻഡ്. ഇപ്പൊ ഡിവിഡൻഡിന് പകരമായിട്ടല്ല ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. ഡിവിഡൻഡിന് പകരമായിട്ടല്ല ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കാര്യം കമ്പനി സൈറ്റിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വെൻ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ്. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ഫേസ് വിലയ്ക്ക് ആണെങ്കിൽ ഏറ്റവും ആദ്യം ഈ റിസേർവ്സ് എമൗണ്ട് മാറ്റുമുള്ള ജേണലാണ്. അത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അങ്ങനെ ആ അക്കൗണ്ടിലേക്കാണ് മാറ്റുക. അപ്പോൾ ക്യാപിറ്റൽ റിസർവ്സ് അക്കൗണ്ട് അറ്റ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റ്, ജനറൽ റിസോഴ്സ് അക്കൗണ്ട് അറ്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ്, ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് കേട്ടോ. ഇതാണ് വരിക. ഇനി അടുത്ത എൻട്രി, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ഈ എന്താണ് ബോണസ് ഷെയർ എന്ന് വെച്ചാൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന്, കമ്പനിയുടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് കൊടുക്കുന്ന ഷെയർസ് തന്നെയാണ് ബോണസ് ഷെയർ. പണ്ട് കാലത്തൊക്കെ നമ്മൾ പഠിച്ചിരുന്ന ഒരു കമ്പനിക്ക് ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കമ്പനിക്ക് ആ ഡിവിഡൻഡ് ഷെയർ ആയിട്ട് കൊടുക്കാം, അതിനെയാണ് ബോണസ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ കമ്പനി സൈറ്റിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്, ഡിവിഡൻഡിന് പകരമായിട്ട് കൊടുക്കുന്ന ഒന്നല്ല ബോണസ് ഷെയർ. ഒരു കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ആയിട്ട് കൊടുക്കാവുന്ന ഒന്നാണ് ബോണസ് ഷെയർ, അങ്ങനെ മനസ്സിലാക്കുക. ഇനി ഇത് പ്രീമിയത്തിനാകുമ്പോൾ, ഈ ബോണസ് ഷെയർ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഇങ്ങനെ മാറ്റമുള്ള ജേണല്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റ്, സിംഗി ഫണ്ട് അക്കൗണ്ട് അറ്റ്,
ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അവിടെ അക്കൗണ്ട് എന്നുള്ള വാക്ക് വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെറ്റർ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് കേട്ടോ. ഇതിന് മുന്നേ പഠിച്ച ജേണലിലും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ വേണ്ട, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ആണ്, അപ്പൊ അക്കൗണ്ട് വേണ്ട. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മാറ്റി, ഇതാണ് ജേണല്, PPT ഒന്നുകൂടി നോക്കുക. അടുത്ത് ആ ബോണസ് ഷെയർ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്, ഇതാണ് ബോണസ് ഷെയർ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ജേണൽ വരിക. ഓക്കെ, ഇനി അടുത്ത് നോക്കാനുള്ള റൈറ്റ് ഷെയർ സെക്ഷൻ 62ലാണ് റൈറ്റ് ഷെയർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പരാമർശിച്ചിരിക്കുന്നത്. എന്താണ് റൈറ്റ് ഷെയർ? Well, at any time a company having a share capital proposed to increase its subscribed capital by the issue of further share. അപ്പൊ ഒരു കമ്പനി ഷെയർ ക്യാപിറ്റലുള്ള കമ്പനി അതിന്റെ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ വീണ്ടും കൂട്ടുകയാണ്, വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ആ സമയത്ത് ആ ഷെയർ ആർക്കാണ് ഓഫർ ചെയ്യേണ്ടത്, അതിനാണ് നമ്മൾ റൈറ്റ് ഷെയർ എന്ന് വിളിക്കുന്നത്. ആ ഷെയർ നിലവിലുള്ള കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ആർക്കാണ് ഓഫർ ചെയ്യുന്നത്, അത് കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അധികാരം, അതിനെയാണ് റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഷെയർ എന്ന് വിളിക്കുന്നത്. നോക്കാം, ആർക്കാണ് ഓഫർ ചെയ്യേണ്ടത്? ടു പേഴ്സൺസ് ഹു അറ്റ് ദ ഡേറ്റ് ഓഫ് ഓഫർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർസ് എ കമ്പനി. ഇപ്പൊ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ കൈവശമുള്ള ആൾക്കാർക്ക് കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് ആദ്യം വാഗ്ദാനം ചെയ്യണം. ആസ് നിയർലി സർക്കംസ്റ്റാൻസ് സബ്മിറ്റ് ടു ദ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ പെയ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്ര ഷെയർ ആണോ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനുള്ള ആ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് ഒരു ഓഫർ നടത്തേണ്ടത്. ഓൺ ദോസ് ഷെയർസ് ബൈ സെൻഡിങ് ലെറ്റർ, അവർക്ക് ലെറ്റർ അയക്കണം, എന്നിട്ടാണ് ഓഫർ ചെയ്യേണ്ടത്. ആ ലെറ്ററിൽ എന്തൊക്കെ വേണമെന്ന്, ദ ഓഫർ ഷാൽ ബി മെയ്ഡ് ബൈ നോട്ടീസ്, എത്ര ഷെയർ ആണ് ഓഫർ ചെയ്യുന്നത്, അപ്പൊ ലിമിറ്റിംഗ് എ ടൈം, ഏത് ഡേറ്റിനുള്ളിൽ ഇവരത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് കാണിക്കണം. അപ്പൊ ഈ നോട്ടീസിന്റെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് എന്ന 30 ദിവസത്തിന് മുന്നേ അങ്ങനെ വേണം അത് അവർ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവർക്ക് പിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നോട്ടീസിൽ കാണിച്ചിട്ടുണ്ടാവും. പിന്നെ after the expiry of the time specified in the notice aforesaid or on receipt to early intimation from the person to such notice is given that he declines to accept the shares offered, the board of directors may dispose of them in such a manner which is not disadvantageous to shareholders of the company. ഇനി ആ നോട്ടീസിൽ കാണിച്ച സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ മുന്നേ തന്നെ അയാൾ എനിക്ക് ഷെയർ വേണ്ട എന്നുള്ള ഒരു നിലപാടെടുത്തുവെങ്കിൽ ഡയറക്ടർ ബോർഡിന് അത് പിന്നെ എങ്ങനെ വിതരണം ചെയ്യണം ആ ഷെയർ എന്ന് തീരുമാനിക്കാം. ഷെയർ ഹോൾഡേഴ്സിനും കമ്പനിക്കും ദോഷം വരാത്ത പോലെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഡയറക്ടർ ബോർഡിന് തീരുമാനിക്കാൻ പറ്റും. ഇതാണ് റൈറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കമ്പനീസ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, റൈറ്റ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു.